ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ്, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇനി വരാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്ക് കരിയർ ഇൻ ഫാഷൻ. എന്തൊക്കെ കരിയറാണ് ഫാഷനിൽ വരുന്നത്, അതായത് ഫാഷനായിട്ട് ബന്ധപ്പെട്ട ജോബൊക്കെ എന്തൊക്കെയുണ്ട് അതൊക്കെയാണ് നമ്മൾ കരിയർ ഇൻ ഫാഷനിൽ പറയാം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാഷൻ, ഫാഷൻ്റെ ക്ലാസിഫിക്കേഷൻ, ഓരോ ഡ്യൂറേഷൻ അനുസരിച്ച് ഫാഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാഷൻ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം. നമ്മൾ അത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഫാഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫാഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, കുറച്ച് പേര് ആക്സെപ്റ്റ് ചെയ്തൊരു ഡ്രസ്സിങ് സ്റ്റൈലിനെ നമുക്ക് ഫാഷൻ എന്ന് പറയാം. കാരണം അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു എന്താണ് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും പിന്നെ മോഡിഫിക്കേഷൻ വരുത്തിയതാവാം, വേറെ ഏതെങ്കിലും ടൈപ്പ് ഗാർമെൻറ്റിൽ അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആക്സെപ്റ്റ് ചെയ്ത അതിനെയാണ് നമ്മൾ ഫാഷൻ എന്ന് പറയാം. ഡ്രസ്സിങ്ങിലുണ്ടാവും ഫാഷൻ, നമ്മളെല്ലാത്തിലും ഉണ്ടല്ലേ, ജ്വല്ലറിയിലുണ്ട്, പിന്നെ നമ്മുടെ ആക്സസറീസിൽ, എല്ലാത്തിലും, നമ്മുടെ ഫുട്വെയർ, എല്ലാത്തിലും നമ്മൾ ഫാഷൻ ഉണ്ട്. അപ്പം നമ്മളിപ്പം ഫാഷൻ തന്നെ കുറേ എന്താ പറയുക, കുറേ എക്സ്പ്ലനേഷൻ കൊടുക്കാം. അത് ഒരു സോഷ്യലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈലാവാം ഫാഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ എക്സ്പ്ലനേഷൻ അത് പറഞ്ഞല്ലോ, ഇൻഡിവിജ്വലിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു പിന്നെ പെർസെപ്ഷൻ അനുസരിച്ച് ഫാഷൻ എന്ന് പറയുന്നത് ചിലപ്പം മറ്റുള്ളവർ പറയുന്ന ആ ഒരു ഫാഷൻ എന്ന് പറയുന്നൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ ഐഡിയാസ് ഉണ്ടാവും ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പം നമ്മൾ മെയിനായിട്ടും പറയുകയാണെങ്കിൽ കുറച്ച് പീപ്പിൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന എന്തും നമുക്ക് ഫാഷൻ എന്ന് പറയാം. ഓക്കെ. പിന്നെ നമ്മൾ ഫാഷൻ കരിയർ, എന്തൊക്കെയാണ് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ. കരിയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജോബ്. അപ്പോൾ ഫാഷൻ അക്കോർഡിംഗ് ടു ഇതിൽ FDCI എന്ന് പറയുന്ന, അതായത് ഫാഷൻ ഡിസൈൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റഡി അനുസരിച്ച് നമുക്ക് ഫാഷൻ്റെ ജോബ്, അതായത് കരിയർ നമുക്ക് 6 ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഇതാണ് കേട്ടോ, നോട്ട്സാണ്. അപ്പം ഫാഷൻ ഡിസൈനറായിട്ടുണ്ട് ഫസ്റ്റ്. പിന്നത്തെ ജോബ് ഫാഷൻ കോർഡിനേറ്റർ, പിന്നെ ഇല്ലൂസ്ട്രേറ്റർ, പിന്നെ കട്ടിംഗ് അസിസ്റ്റൻറ്റ്, ഫാഷൻ കൺസൾട്ടൻറ്റ്, ഫാഷൻ സ്റ്റൈലിസ്റ്റ്. ഇങ്ങനെ നമ്മൾ ഫാഷൻ കരിയറിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കരിയർ അറിയാലോ, നമ്മൾ ഫാഷൻ എന്ന് പറയുന്ന ഒരു ഗ്ലാമറസ് പ്രൊഫഷനാണ് അല്ലേ. അത് ഫാഷൻ ഡിസൈനർ എന്ന് പറയുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു പോപ്പുലറായിട്ടുള്ളൊരു നെയിമുമാണ് അല്ലേ. എല്ലാവർക്കും ഒരു അത്ഭുതത്തോടെ നോക്കുന്നൊരു പ്രൊഫഷനാണത്, ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും, ഡിസൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് ഡ്രോയിങ്സ് ഉണ്ടാവും, പാറ്റേൺസ് ഉണ്ടാക്കാനുണ്ട്, സ്യൂയിങ് ഉണ്ട്, എംബ്രോയ്ഡറി ഉണ്ട്, അതുണ്ടാവും. പിന്നെ ഗാർമെൻറ്റ് മേക്കിംഗ് ഉണ്ട്, പിന്നെ മാനുഫാക്ചറിങ് ടെക്നോളജി, അപ്പാരൽ കൺസ്ട്രക്ഷൻ, പ്രിൻറ്റിങ്, ഡൈയിങ്, പിന്നെ CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്. ഇതൊക്കെയുള്ള ഒരു വലിയൊരു മേഖലയാണെന്ത് ഫാഷൻ വേൾഡ് എന്ന് പറയുന്നത് അല്ലേ. അതിലൊരുപാട് ജോലി സാധ്യതകളുണ്ട്. നമ്മുടെ കേരളത്തിൽ അധികം ജോലി സാധ്യതകൾ കുറവാണെങ്കിലും, കേരളത്തിലില്ലെന്നല്ല, ഉണ്ട്. അപ്പം അതല്ലാതെ നമ്മളിപ്പം എബ്രോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകളുള്ളൊരു മേഖലയാണ് ഫാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, നമ്മളിപ്പം ചിലർക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയണമെന്നില്ല, പക്ഷേ നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് ചെയ്യും, ആ ഒരു മേഖല തിരഞ്ഞെടുക്കും, ഡിസൈനിങ്ങിലേക്ക് പോകും. പിന്നെ ചിലർക്കോ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയ ഫാഷനൊക്കെ സ്റ്റിച്ച് ചെയ്ത് ആരെങ്കിലും ഡിസൈൻ ചെയ്ത് തന്നാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് ഉള്ള ഒരു കഴിവുണ്ടാവും. ചിലർക്ക് ചിലപ്പം വേറെ ഡൈയിങ്, പ്രിൻറ്റിങ് അങ്ങനെ ചെയ്യാനുള്ളൊരു കഴിവായിരിക്കും. അപ്പോൾ അവരതിലേക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഓരോ ഡിസൈനിങ്ങിൻ്റെ ഒരുപാട് മേഖലകളുള്ള കാരണം ഒരുപാട് ജോലി സാധ്യതകളും ഉണ്ട്. അപ്പം ഫസ്റ്റ് പോയിന്റ് കരിയർ എന്ന് പറയുന്നത് അറിയാലോ, ഫാഷൻ ഡിസൈനർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഒരു ഒറിജിനൽ പാറ്റേൺ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും, പക്ഷേ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇന്നോവേഷൻ നടത്തുക, പുതുതായിട്ട് എന്തെങ്കിലും സംതിങ് സ്പെഷ്യലായിട്ട് നമ്മൾ
ഡിസൈനിൽ കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ ഇന്നൊവേറ്റീവ് എന്ന് പറയുക, ഇന്നൊവേറ്റീവ് സ്റ്റൈൽ. അപ്പം പുതിയ ഒരു പിന്നെ എന്തെങ്കിലും അതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ് ചെയ്യുന്നത്. ഒറിജിനൽ ഡിസൈനെ ഇന്നൊവേറ്റീവ് ആക്കുക. അത് ചിലപ്പോൾ ഫാബ്രിക്കിലെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ ട്രിമ്മിങ്സോ അല്ലെങ്കിൽ ഫിറ്റിങ്ങോ, ഗാർമെൻറ്റിൻ്റെ ഫിറ്റിങ്, അതിനനുസരിച്ചൊക്കെ അത് വ്യത്യാസം വരാം. ഇത് നമ്മൾ അറിയാലോ, ഐശ്വര്യ റായും ഒരു ഡിസൈനറാണ്. ഇത് മനീഷ് മൽഹോത്രയാണിത് അവർ ചെയ്ത ഡ്രസ്സാണിത്. അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഫാഷൻ വീക്ക് കാണാം അല്ലേ, ലാക്മേ ഫാഷൻ വീക്ക്, പാരീസ് ഫാഷൻ വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാഷൻ വീക്ക് ടി വിയിലൊക്കെ പ്രോഗ്രാം കാണും. അപ്പോൾ അതിൽ അവർ ഡിസൈനറും കൂടെ അവസാനം വരും. അവരുടെ ഡിസൈനായിരിക്കും അവിടെ നമ്മൾ വരുന്നത്. അവരൊരുപാട് ഗാർമെൻറ്റ്സ് ഡിസൈൻ ചെയ്തിട്ട് അത് പബ്ലിക്കിലേക്ക് എത്തുന്നതാണ് എന്ത്, ഒരു ഡിസൈനർ ഷോയിൽ കൂടെ ചെയ്യുന്നത്, ഫാഷൻ ഡിസൈനർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഫാഷൻ കോർഡിനേറ്റർ. കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? വെറും കോർഡിനേറ്റ് ചെയ്യുക മാത്രമല്ല, അവരാണ് ഫാബ്രിക് ഏത് സെലക്ട് ചെയ്യുക, ഏത് ഇന്ന ഷെയ്ഡ് വേണം, അല്ല ഇന്ന ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ വേണം, എല്ലാ കാര്യങ്ങളും, ലേറ്റസ്റ്റ് ഫാഷൻ ട്രെൻഡ് എന്താണ്, പിന്നെ ബയറിനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട്. പിന്നെ കുറേ ഐഡിയ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, കുറേ യാത്രകൾ ചെയ്യും, പല പല ഫാഷനുള്ള സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ നിന്നൊക്കെ നമുക്ക് കുറേ പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. ഇൻസ്പിറേഷൻ എന്ന് പറയുമല്ലോ, നമ്മൾ ഓരോന്ന് കണ്ടിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ട് പുതിയൊരു മോഡലിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചിലപ്പം ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആളെയാണ് ഫാഷൻ കോർഡിനേറ്റർ എന്ന് പറയാം. പിന്നെ കട്ടിങ് അസിസ്റ്റൻറ്റ്. കട്ടിങ് അസിസ്റ്റൻറ്റ് പറഞ്ഞാൽ നല്ലൊരു മാസ്റ്റർ ആയിരിക്കണം അയാൾ. കാരണം അത്രയും നന്നായിട്ട് ആ ഒരു പാറ്റേൺ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കട്ട് ചെയ്യാനുള്ളൊരു കഴിവാണ് അയാളുടേത്, കട്ടിങ് അസിസ്റ്റൻറ്റ്. അപ്പോൾ സാമ്പിൾസൊക്കെ അയാൾ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, അതായത് ഡിസൈനർ കൊടുക്കുന്നതിനനുസരിച്ച് അയാൾ കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇല്ലുസ്ട്രേറ്റർ. നമ്മൾക്ക് വരയ്ക്കുന്നതിന് നമ്മൾ എന്താ പറയുക, ഇല്ലുസ്ട്രേഷൻ എന്നാണ് പറയുക അല്ലേ. നമ്മളിപ്പം വരയ്ക്കുന്ന സ്കെച്ചസ് ഉണ്ടല്ലോ, ഫീമെയിൽ ക്രോക്കി, മെയിൽ ക്രോക്കി, അതൊക്കെ നമ്മൾ പറയുക ഫാഷൻ ഇല്ലുസ്ട്രേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇല്ലുസ്ട്രേറ്ററുടെ ഇതെന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ഹാൻഡിൽ സ്കെച്ചസ് വരയ്ക്കുക, അതാണ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ ജോബ്. ഫ്രീ ഹാൻഡ് സ്കെച്ചസ് നമ്മളിപ്പം എന്താ ഡിസൈനർ പറയും, ഇന്ന ഐഡിയ, അവരുടെ ഐഡിയാസ് പറയും. ചിലപ്പോൾ ഡിസൈനർ തന്നെ വരയ്ക്കണം എന്നില്ല. അപ്പം ഇല്ലുസ്ട്രേറ്ററാണ് ഡിസൈനർ പറയുന്ന ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫാഷൻ കൺസൾട്ടൻറ്റ്. അവരെന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഫാഷൻ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഏതാണ് ഇനി ലേറ്റസ്റ്റ് ട്രെൻഡ് ഏതാണ്, അതിനനുസരിച്ചുള്ള സജഷൻസ് ഒക്കെ കൊടുക്കുന്നതാണ് ഫാഷൻ കൺസൾട്ടൻറ്റ്. ഓക്കെ, പിന്നെ ഫാഷൻ സ്റ്റൈലിസ്റ്റ്. നമ്മളിപ്പം ഹെയറിനും കാണാം അല്ലേ, ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് കാണാം. കാരണം അവരാണ് അവരുടെ ഏതാണോ തീം അതിനനുസരിച്ച് ഹെയർ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണെങ്കിൽ ആ ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡ്രസ്സ് ചെയ്യണം, അവരുടെ മേക്കപ്പ് നോക്കണം, ആക്സസറീസ് ഏത് ഉപയോഗിക്കണം, ഹെയർ സ്റ്റൈൽ എന്താവണം, എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യേണ്ട ആൾ ഫാഷൻ സ്റ്റൈലിസ്റ്റാണ്. അവരാണ് പറയുക. ഇപ്പോൾ ഇന്നൊരു എന്താണ് ഒരു ഫാഷൻ തീം ഉണ്ടാവുമല്ലോ, തീമിനനുസരിച്ച് നമ്മൾ, അപ്പോൾ ഫാഷൻ സ്റ്റൈലിസ്റ്റാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സ് അതിനനുസരിച്ചുള്ള മേക്കപ്പ് വേണം അല്ലേ. എല്ലാത്തിനും മേക്കപ്പ് വ്യത്യാസമുണ്ട്, അതിപ്പം നമുക്ക് കറക്റ്റ് അറിയില്ല മേക്കപ്പ് എങ്ങനെയാണ്. പക്ഷെ എന്നാലും മേക്കപ്പിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടി വരും ഓരോ ഇതിനനുസരിച്ച്. അത് നമ്മളൊരു തീമിനനുസരിച്ചായിരിക്കും ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഫിലിമാണെങ്കിൽ ആ ഒരു ഫിലിമിൽ ഇങ്ങനത്തെ ടൈപ്പ് മേക്കപ്പാണ് ചെയ്യേണ്ടതെന്ന് ഉണ്ടാവും അല്ലേ. മോഡേൺ ആണെങ്കിൽ അങ്ങനത്തെ മേക്കപ്പ്, അല്ലെ ഓൾഡ് സ്റ്റോറിയാണ് അതിനനുസരിച്ച്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ് വേണം, മേക്കപ്പ് വേണം, ആക്സസറീസ്. പഴയൊരു മോഡലിൽ ചെയ്യുന്ന നേരം പുതിയ ആക്സസറീസ് ഒന്നും ഉപയോഗിക്കില്ലല്ലോ. പിന്നെ ആ ഹെയർ സ്റ്റൈൽ എല്ലാം നമ്മൾ അതിനനുസരിച്ച് കൊണ്ടുവരണം. അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കരിയറാണ്. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇത് തന്നെ ഒന്നും കൂടെ പറയുന്നുണ്ട്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് അല്ലേ എന്തൊക്കെയാണ്, എവിടെയൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടാം, അവർക്ക് നമുക്ക് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ, ലെതർ ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ഡിസൈനറായിട്ടൊക്കെ
വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് പോയി കിട്ടൂല. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ആവണം അതിന് മുന്നേ ഡിസൈൻ ചെയ്തിട്ടൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇല്ലുസ്ട്രേറ്റർ, കോർഡിനേറ്റർ, സ്റ്റൈലിസ്റ്റ്, കട്ടിങ് അസിസ്റ്റൻറ്റ്, ഫാഷൻ ഡിസൈനർ, അതൊക്കെ നമ്മൾ ഓരോ ഇതിൽ അനുസരിച്ച് നമുക്ക് മേഖലകളിലേക്ക് പോകാം. പിന്നെ ഇതുപോലെ നമുക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക, എക്സ്പോർട്ട് ഹൗസസ് ഉണ്ടാവും, പിന്നെ ഗാർമെൻറ്റ് സ്റ്റോർ ഉണ്ടാവും, പിന്നെ അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റ്സുകളുണ്ട്, ടെക്സ്റ്റൈൽ മില്ലുകളിൽ പറ്റും, പിന്നെ ലെതറിൻ്റെ കമ്പനീസ്, ബോട്ടിക്സിലൊക്കെ നമ്മൾ നിങ്ങളുടെ സീനിയർ ബാച്ചസിലെ കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ബോട്ടിക്സിലൊക്കെ അവർ ഡിസൈൻ ചിലപ്പം ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടി മാത്രം വരുന്നവരുണ്ട്. അപ്പോൾ അവർ ഡിസൈൻ മാത്രം വരച്ച് ഇന്നതാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. ചിലരത് ഡിസൈൻ ചെയ്യുന്നവരും ഉണ്ട്. എംബ്രോയ്ഡറി ഒക്കെ നന്നായിട്ട് ചെയ്യുന്നവർക്ക് ബോട്ടിക്കിൽ ഡിസൈനറൊക്കെ, അതായത് എംബ്രോയ്ഡറീസൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ഫാഷൻ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാഷന് നമ്മൾ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്താണ്, ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഒരു പർട്ടിക്കുലർ സ്റ്റൈല് നെയാണ് നമ്മൾ ഫാഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, ചിലത് കുറച്ച് കാലം നിൽക്കുള്ളൂ, ചിലത് കുറേ കാലം നിൽക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ 3, 4, 5 ടൈപ്പിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിസൈനേഴ്സിന് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർ ചെയ്യുന്ന സാധനങ്ങൾ എത്ര കാലം നിൽക്കുന്നു, അത് വലിയൊരു കാര്യമാണ്. പെട്ടെന്ന് പോയി കഴിഞ്ഞാലോ അത് മാർക്കറ്റ് അത്ര പിടിച്ച് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഫാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ്, ന്യൂവസ്റ്റ് ക്രിയേഷൻ, ഡിസൈനർ ചെയ്യുന്ന ന്യൂവസ്റ്റ് ക്രിയേഷനാണ്. അതൊരു ഫ്യൂ പീപ്പിൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഫാഷൻ എന്ന് പറയാം. പിന്നെ അതിൽ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റൈലിനെ വേണം നമുക്ക് ഫാഷൻ എന്ന് പറയാം. അപ്പോൾ ഓരോ ഡെഫിനീഷനാണ്, നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡെഫിനീഷനുണ്ട്. പിന്നെ ഫാഷൻ സൈക്കിളുണ്ട്. ഫാഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ചക്രം അല്ലേ. ഫാഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫാഷൻ എത്ര കാലം നിൽക്കുന്നുള്ളൂ, അതിന് കുറച്ച് സ്റ്റേജസ് ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട് ഫാഷൻ സൈക്കിളിൽ. അപ്പം ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഫാഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്റ്റൈൽ, ബേസിക് ഓർ ക്ലാസിക്, ഫാഡ്, ഫാഷൻ ഫോർകാസ്റ്റിംഗ്, ട്രെൻഡ്, അങ്ങനെ 5 ആയിട്ട് നമ്മൾ ഫാഷനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് സ്റ്റൈൽ. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വൺ വേർഡിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ക്ലാസിഫിക്കേഷനിലുള്ള എല്ലാ ടേമും നന്നായിട്ട് പഠിക്കുക വരുന്നതാണ്. അപ്പോൾ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഗാർമെൻറ്റിൻ്റെ ഔട്ട്ലൈനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയാം. ഓക്കെ, മോഡിഫിക്കേഷൻ, ഫാഷൻ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് അത് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുണ്ട്. ബോക്സ് പ്ലീറ്റഡ് സ്കേർട്ട് ഉണ്ടാവും, പോളോ ഷർട്ട്, ഇത് മാത്രമല്ല പല ടൈപ്പ് ഫ്രോക്സ്, അംബ്രല സ്കേർട്ട്, അങ്ങനെയൊക്കെ നമുക്ക് പല സ്റ്റൈലുകൾ പറയാം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന സ്റ്റൈല്, ഫ്രോക്കിലുള്ള ഡിസൈൻസ്. അടുത്തത് ബേസിക് ഓർ ക്ലാസിക്. നമ്മൾ കേൾക്കാറുണ്ട് ക്ലാസിക് സോങ്സ് ആണെന്ന് പറയും അല്ലേ. അതെന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ആണ്, പണ്ട് മുതലേ ഇപ്പോഴും ഉള്ള ആ ഒരു ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ക്ലാസിക് എന്ന് പറയാം. അപ്പോൾ ബേസിക് ഓർ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഒരു ഫാഷൻ വിച്ച് കണ്ടിന്യൂസ് ഫോർ എ ലോങ് ടൈം, ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്ത് വരുന്ന ആ ഫാഷൻ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക, ഒരു സ്റ്റൈലിനെയാണ് നമ്മൾ പറയുന്നത് ക്ലാസിക് അല്ലെങ്കിൽ ബേസിക് എന്ന് പറയും. സാരീസ് അല്ലേ, നമ്മൾ പണ്ട് കാലം മുതൽ ഇപ്പോഴും സാരീസ് ഉണ്ട്. അതിൻ്റെ ഫാഷൻ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുമെങ്കിലും ആ സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. അപ്പം ബേസിക് ഓർ ക്ലാസിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫാഷൻ വിച്ച് ലിവ്സ് ഫോർ എ ലോങ് ടൈം, വളരെ കാലം നിലനിൽക്കുന്ന ഫാഷനെയാണ് നമ്മൾ ക്ലാസിക് എന്ന് പറയുക. എക്സാമ്പിൾ അറിയാലോ, സൽവാർ കമ്മീസ് അല്ലേ. നമ്മൾ സൽവാർ കമ്മീസ് കുറേ കാലമായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ബ്ലേസേഴ്സ് അല്ലേ, കോട്ട് സ്യൂട്ട് പോലത്തെ. പിന്നെ നമുക്കറിയാം നമ്മുടെ പോക്കറ്റ്സ്, ലേപ്പൽ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗാർമെൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. സൽവാർ, സാരീസ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഏത്, നമ്മുടെ ബേസിക് ഓർ ക്ലാസിക്കിൽ വരുന്നതാണ്. ഇത് എക്സാമ്പിളാണ് സാരീസ്. അടുത്തത് ഫാഡ്. ഫാഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫാഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിവ്ഡ് ഫാഷനെയാണ് നമ്മൾ ഫാഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫാഡ് എന്നുള്ളൊരു ടേം. ഷോർട്ട് ലിവ്ഡ് ഫാഷൻ, അതായത് ഷോർട്ട് ലിവ്ഡ് ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മൾ ചില ഫാഷൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് പോകും. ഒരു 3-4 മന്ത്സ് ഉണ്ടാവുള്ളൂ, പിന്നെ ആ ഫാഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫാഡ് എന്ന് പറയുന്നത്. അപ്പം ഫാഡ് എന്ന് പറയുന്നത് കുറച്ച് പിന്നെ കോസ്റ്റ്ലി ആയിരിക്കും. കാരണം അവരത് അത്രയും ആണ് വരുന്നുള്ളൂ, ഫാഷൻ അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഓക്കെ, ചില ഫാഷൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചില ഡ്രസ്സുകൾ ഇറങ്ങിയത് പെട്ടെന്ന് തന്നെ അങ്ങ് പോവും. ചെറിയൊരു പീരീഡ് മാത്രമേ അവർ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ ടൈപ്പ് ഫാഷൻ. അതിനെയാണ് നമ്മൾ ഫാഡ് എന്ന് പറയുക. ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡിൽ എപ്പോഴും ചോദിക്കും ഷോർട്ട് ലിവ്ഡ് ഫാഷനെ നമ്മൾ എന്താ പറയുക, ഫാഡ്. ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ കാലം നിൽക്കുന്നില്ല, പെട്ടെന്ന് വന്നിട്ട് അതങ്ങ് പോവും. പിന്നത്തെ ടേമാണ് ഫാഷൻ ഫോർകാസ്റ്റിംഗ്. ഇതൊരു അടുത്ത ക്ലാസിഫിക്കേഷനാണ് കേട്ടോ. ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റിസർച്ച് ചെയ്തിട്ട് നമ്മളെ ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ള കുറേ പേർക്ക് എന്താ ചെയ്യുക, മുൻകൂട്ടി കാണുകയാണ്, പ്രെഡിക്റ്റ് ചെയ്യുകയാണ് നമ്മൾ അടുത്തത് എന്താവും ഫാഷൻ വരാനുള്ളത്. അപ്പോൾ അതൊരുപാട് മാർക്കറ്റ് റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഫാഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇന്ന ടൈപ്പ് കളറായിരിക്കും ഇനി വരുന്ന ഫാഷൻ, അല്ലെ ഇന്ന മെറ്റീരിയൽ ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഫോർകാസ്റ്റ് ചെയ്യും. കളറ്, ടെക്സ്ചർ, ഡിസൈന്, സിലൗട്ട്, ഏത് ഔട്ട്ലൈൻ ഷേപ്പ്, സിലൗട്ട് അറിയാലോ, അതാണ് ഇനി പോപ്പുലറായിട്ട് വരിക അടുത്തതായിട്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഫാഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് പുതിയ ഫാഷൻ. പിന്നെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറയും ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. അത് ട്രെൻഡ് വൺ വേർഡിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഇൻ വിച്ച് ഫാഷൻ ഈസ് മൂവിങ്. ഫാഷൻ മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുക. ഓക്കെ, ഇതും നമ്മൾ അറിയാം. ചിലപ്പം ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഫാഡ് വന്നതുപോലെ കുറച്ചൊരു 5 മന്ത്സോ അങ്ങനെ ഉണ്ടാവുള്ളൂ. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഇൻ വിച്ച് ഫാഷൻ ഈസ് മൂവിങ്. ഫാഷൻ മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാഷൻ. അപ്പോൾ 5 ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്: സ്റ്റൈല്, ബേസിക് ഓർ ക്ലാസിക്, ഫാഡ്, ഫാഷൻ ഫോർകാസ്റ്റിംഗ്, ഫാഷൻ ട്രെൻഡ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസിഫിക്കേഷൻ, അത് നന്നായിട്ട് നോക്കുക. വൺ വേർഡിൽ എപ്പോഴും ചോദിക്കും. നിമിയിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും ചിലപ്പം ക്വസ്റ്റ്യൻസ് കുറേ. അപ്പോൾ നന്നായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളുടെ കരിയർ, ഫാഷൻ കരിയർ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.